സാറേ ആരാണ്? വരൂ. എന്താ പൊന്നമ്മേ? എന്താ പൊന്നമ്മേ? കരയാതെ കാര്യം പറയും. എന്താ പൊന്നമ്മേ? സാർ എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. നിനക്ക് എന്ത് പറ്റി അത് പറ. എനിക്ക് കരയാതെ കാര്യം പറ. എനിക്ക് നിനക്ക് എനിക്ക് ഗർഭമുണ്ട്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്നു. ഞാൻ അങ്ങോട്ട് പോവുകയില്ല. എന്നെ പറഞ്ഞയച്ചാൽ ഞാൻ ജീവിച്ചിരിക്കയില്ല. ആരാ നിന്നെ ചതിച്ചത്? പറ, പേടിക്കാതെ പറ. നിന്ന് കിണുങ്ങാ കാര്യം പറ പെണ്ണേ. ആരാ? ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എന്നെ. ആരാ? അനന്തനോ? അതെ. നീ അയാളോട് ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അദ്ദേഹമാണെന്ന് ഞാൻ പുറത്ത് പറഞ്ഞാൽ അദ്ദേഹം ഏൽക്കയില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിക്കൊള്ളണമെന്നും പറഞ്ഞു. നീ നേരത്തെ ഇതൊക്കെ ആലോചിക്കേണ്ടതല്ലേ? എനിക്ക് ചതിവ് പറ്റി. എന്നെ രക്ഷിക്കണം. എനിക്ക് മറ്റാരുമില്ല. ഞാൻ വീട്ടിൽ പോകില്ല. ഞാൻ മരിച്ചു കളയും. ഏതായാലും നീ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങ. എണീക്ക്. രാവിലെ എന്നെ പറഞ്ഞു വിടും. രാവിലത്തെ കാര്യം അപ്പോഴല്ലേ? നീ ഇപ്പൊ പോ. സാറല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഓ, സരസ്വതി അമ്മയോ? ഈ അസമയത്ത് ഇറങ്ങി പുറത്ത്. നിന്നെ കൊണ്ടുപോയി നിന്റെ വീട്ടിൽ വിടാം. എന്നിട്ട് മതി നിന്റെ തോന്നിയാസങ്ങൾ. അവൾ തോന്നിയാസം തുടങ്ങിയ നിങ്ങളിവിടെ താമസിക്കുമ്പോഴല്ലേ? നിങ്ങൾ യോഗ്യനാണെന്ന് കരുതി എന്റെ വീട്ടിൽ കയറ്റിയതുകൊണ്ട്. കൊച്ചമ്മേ, അദ്ദേഹം. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. നിനക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ മിണ്ടാകുന്നു. അവൾ മിണ്ടാതെ തന്നെ എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് ഒരു ചുക്കും അറിയാമേ. നിങ്ങളിപ്പോ പോ, ഞാൻ എല്ലാം അറിയിക്കാം. അപാസനായ ഒരു മനുഷ്യനിൽ നിന്നും എനിക്കൊന്നും അറിയണ്ട. കുറെ കൂടെ മര്യാദയായി സംസാരിക്കണം. മര്യാദ കെട്ടവൻ നിങ്ങളാണ്. ഇറങ്ങി പുറത്ത്. പൊന്നമ്മേ, നീ ഇപ്പൊ പോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വളരെയേറെ ആഭാസനാണ്. എന്റെ സഹോദരൻ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ സ്വാതന്ത്ര്യം തന്നു. നിങ്ങൾ അവന്റെ മുഖത്ത് കരി തേച്ചു. സരസ്വതിയമ്മേ, എന്നെ വെറുപിടിപ്പിക്കാതെ. നിങ്ങളുടെ സഹോദരനെ വിചാരിച്ച് ആലോചിക്കാൻ എനിക്ക് അല്പ സമയം തരും.